വമ്പൻ ചിമ്പു. ഹായ് ചിഞ്ചു, അച്ചൂസി കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, എന്തു പറ്റി? വീട്ടിൽ ഒത്തിരി പണിയുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഞാനും കൂടി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി. നന്നായി. വീടും പരിസരവും വൃത്തിയാക്കിയില്ലെങ്കിൽ ഈച്ചയും കൊതുകും പെറ്റുപെരുകും. അതുകൊണ്ടാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള കുഞ്ഞവറാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാ. അവർക്ക് എന്ത് പറ്റി? ചിഞ്ചു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ കേട്ടോ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചയെ കണ്ടില്ലവരന്നേരം. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചയെ കണ്ടില്ലവരന്നേരം. കഞ്ഞി കുടിച്ചവറാനും ബിവിയും ഒന്നു മയങ്ങാൻ ചെന്നേ. കഞ്ഞി കുടിച്ചവറാനും ബിവിയും ഒന്നു മയങ്ങാൻ ചെന്നേ. കണ്ണിലുറക്കം വന്നിടും മുമ്പേ വയറിനു വേദന വന്നേ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചയെ കണ്ടില്ലവരന്നേരം. കിട്ടിയ വണ്ടിയിൽ കേറിയവറാൻ ബിവിയും ഡോക്ടറെ കണ്ടേ. കിട്ടിയ വണ്ടിയിൽ കേറിയവറാൻ ബിവിയും ഡോക്ടറെ കണ്ടേ. ഡോക്ടർ വയറിൽ തടവിയും ഞെക്കിയും പല പല ചോദ്യം തന്നെ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചയെ കണ്ടില്ലവരന്നേരം. സൂചിയും ഗുളികയും പലതും നൽകി വേദന മാറും ചൊമ്മേ. സൂചിയും ഗുളികയും പലതും നൽകി വേദന മാറും ചൊമ്മേ. തിന്നതിലെന്തോ വന്നതു കാരണമാണീ വേദന പൊന്നേ. ആണീ വേദന പൊന്നേ. കുഞ്ഞവറാനും കുഞ്ഞു കവിതയും കഞ്ഞി വിളമ്പിയ നേരം കഞ്ഞിയിൽ പൊന്തി മറിഞ്ഞൊരു ഈച്ചയെ കണ്ടില്ലവര